തൃശ്ശൂരിലെ ഭീമ ജ്വല്ലറിയിൽ നിന്നും റാഫി കരിയും, പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജിൽ നിന്ന് ഷിജോ കുര്യൻ, കൊച്ചിയിൽ നാൻമരിയ സണ്ണി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേർന്നു. ആദ്യം റാഫിയിലേക്ക് ഒന്ന് പോകുന്നു. റാഫി, ഈ സ്വർണ്ണ വ്യാപാരികൾ എന്താണ് പറയുന്നത്? വില കൂടുന്നത് കച്ചവടം നടക്കാനാണോ, കച്ചവടം ഇല്ലാതാവാനാണോ ഇട? റാഫി. ഹാഷിമി, സ്വർണ്ണവില ഇങ്ങനെ ഉയരുന്നത് സ്വർണ്ണ വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഭീമ ജ്വല്ലറിയുടെ മാനേജറാണ്, തൃശ്ശൂർ ഷോറൂമിൻ്റെ. എങ്ങനെയാണ് ഈ സ്വർണ്ണവില ഉയരുന്നതിനോട് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ ബിസിനസ് ഒരു 50% താഴെ, 50% താഴെയാണ് ഇപ്പം നമ്മുടെ കച്ചവടം. ആക്ച്വലി ഇപ്പോൾ സീസണാണ്, കല്യാണ സീസണാണ്. നമ്മളുടെ ബിസിനസ് സ്വർണ്ണ വ്യാപാര രംഗത്തെ വളരെ അധികം പിടിച്ചുലച്ചിട്ടുണ്ട് റേറ്റ്. ആൾക്കാർക്ക് ബിസ്ക്കറ്റുകൾ വാങ്ങിക്കുന്നതിനും ഗോൾഡ് കോയിൻസ് വാങ്ങിക്കുന്നതിനും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയി. ഒരു റേറ്റ് കൂടുമെന്നുള്ള പ്രഡിക്ഷൻ ഉള്ളതുകൊണ്ട് അതിനുള്ള ബിസിനസ് നടക്കുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ വളരെ 50% താഴെ വളരെ മന്ദഗതിയിലാണ് ബിസിനസ് പോകുന്നത്. ആൾക്കാർക്ക് വിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഗോൾഡ് റേറ്റ് കൂടുമ്പോൾ തിരിച്ച് സെയിൽ ചെയ്യാനുള്ള ആൾക്കാർ നമുക്ക് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപമായി കാണുന്ന ആളുകൾ അവർ എങ്ങനെയാണ് ഈ സ്വർണ്ണത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഈ വില ഉയരുന്നതിനെ? നിക്ഷേപം എന്നുള്ള രീതിയിൽ ഗോൾഡിനും അങ്ങനെ സിൽവറിനാണേലും റേറ്റ് നമുക്ക് ബിസിനസ് കൂടിയിട്ടുണ്ട്. നിക്ഷേപത്തിൻ്റെ രീതിയിൽ സ്വർണ്ണത്തിനാണെങ്കിലും കച്ചവടം കൂടി. ഈവൻ വെള്ളിക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ബിസിനസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള വെള്ളി ബിസ്ക്കറ്റുകൾ, ബാറുകൾ, വെള്ളിക്ക് ഭയങ്കരമായിട്ട് കണ്ടമാനം ബിസിനസ് കൂടി. റേറ്റ് സ്വർണ്ണത്തെ അപേക്ഷിച്ച് വെള്ളിക്ക് വില കുറവാണ്. എന്നാലും 200 രൂപ മുകളിലായി വെള്ളിയുടെ വിലയും. 50 രൂപ കടന്ന വെള്ളിക്ക് ഇപ്പോൾ 200 രൂപയുടെ മുകളിലാണ് ഗ്രാമിന്. അതുകൊണ്ട് വെള്ളിക്കുള്ള നിക്ഷേപം എന്നുള്ള രീതിയിൽ ആൾക്കാർ വെള്ളിയും വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. സ്വർണ്ണ ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഗോൾഡ് ബാറുകൾ അത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി ആൾക്കാർക്ക് കൂടിയിട്ടുണ്ട്. സ്വർണം മാറ്റി വാങ്ങുന്ന രീതിയുണ്ട്, പഴയ സ്വർണം തന്ന് പുതിയ സ്വർണം വാങ്ങുന്ന രീതി, അത്തരം രീതികളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ ഈ വില കൂടിയതിന് ശേഷം? ഇപ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ വരുന്നത് ലിക്വിഡ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നവർ കുറവായി. അതിന് പകരം കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ മാറ്റി വാങ്ങിച്ചിട്ട് അത് പുതിയ HUID ഉള്ള പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാനുള്ള ആൾക്കാർക്കുള്ള ടെൻഡൻസി അത് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പുതിയതായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് പൊതുവെ താല്പര്യം കുറവായിട്ടുണ്ട്. ബിസിനസ് കാര്യമായി കുറഞ്ഞു, 50% കുറഞ്ഞു എന്നാണ് ഭീമ ജ്വല്ലറിയിലെ ചേട്ടൻ നമ്മളോട് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.